അപ്പോൾ എന്നീസിന്റെ മനസ്സിൽ ഒരു കഥയുണ്ട്, ഈ ആകാശദൂതിന്റെ കഥ. പക്ഷെ അത് പലരോട് പറഞ്ഞിട്ടും അത് ശരിയായില്ല, പലരും അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേംപ്രകാശിനോടും ഈ കഥ പറയുന്നത്. പുള്ളിക്ക് ഇഷ്ടമായി. അങ്ങനെ ചെറിയ തോതിൽ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സംവിധാനം ആരാണെന്ന് നോക്കിയപ്പോൾ സിബി മലയിലിനെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. സിബി മലയിൽ എന്ന് പറഞ്ഞാൽ അന്ന് സൂപ്പർ ഹിറ്റുകളുടെ സംവിധായകനാണ്. പുള്ളി ചെയ്തിരിക്കുന്നത് ഈ സൈന സപ്തുത, കമരതളം ഒക്കെ ചെയ്തിരിക്കുന്ന സമയമാണ്. ഒരു ചെറിയ സിനിമയിലേക്ക് പുള്ളിയെ വിളിച്ചാൽ വരും. അപ്പോൾ പറഞ്ഞു അത്രയൊന്നും പോകണ്ട, ചെറിയ രീതിയിൽ മതി. എന്നാൽ നമുക്ക് ഊട്ടിയായാലോ? ഊട്ടിയും അത്രയും പോകണ്ട, വാഗമണ്ണോ അത്രയും പോകണ്ട. അവസാനം ഇവിടെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് ഈ കപ്പ കൃഷിയൊക്കെ ചെയ്യുന്ന റബ്ബർ തോട്ടം ഒക്കെ ഉള്ള ഇത് വളരെ വളരെ മനോഹരമായ ഒരു ഗാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് ഇത് മനോഹരമായിട്ട് തോന്നിക്കുന്നത്? ഇത് എഴുതിയിരിക്കുന്ന ആള് യൂസഫ് അലി കേച്ചേരിയാണ്. ഇതിന്റെ മ്യൂസിക് കൊടുത്ത് ബോംബെ രവി. ഇത് ആദ്യമായിട്ട് പാടിയ യേശുദാസാണ്. പരിണയം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗാനം. 5 ശരങ്ങളും പോരാതെ നന്മകൻ നിൻചിരി സായകമാക്കി. ഇത് ആരോട് പറയുന്നതാണ്? ഒരാൾ തന്നെ പ്രേമപാചനത്തോട് പറയുകയാണ്, അവിടെ വർണ്ണിക്കുകയാണ്. എന്താ പറയുന്നത്? മന്മഥൻ മന്മഥൻ കാമദേവൻ അമ്പ നെയ്വ് നമുക്കെല്ലാം. ഈ 5 ശരങ്ങളാണ് കാമദേവൻ. പക്ഷേ ഈ പറയുന്ന ആളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാമദേവൻ എന്ത് ചെയ്തു? ഈ 5 പോരാതെ 6ാമതൊരു ശരം കൂടി
വേണമെന്ന് തോന്നി. എന്താണ് ആ ശരം? നിൻ ചിരി, ചിരി അമ്പാക്കി. എന്നിട്ട് കുറച്ചുകൂടെ അല്ല, ഈ കാമദേവൻ ഈ 5 പോരാതെ 6ാമതൊരു ശരം കൂടി ഇവളിൽ എടുക്കുകയാണ്. നിൻ ചിരി സായകമാണ്. സായകം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പഠിക്കാം. ഇത് സായകം വില്ല്. ഓക്കെ, വില്ലെന്നോ എനിക്കറിയില്ല, വില്ലാണോ അമ്പാണോ?